പ്രിയരെ നമസ്കാരം. രചയിതാവ് വാൽമീകിയുടെ രാമായണം ഹൈന്ദവതയുടെ സുപ്രധാന ഇതിഹാസമാകുന്നു. അദ്ദേഹം 24,000 ശ്ലോകങ്ങൾ രചിക്കുകയും അത് ശ്രീരാമന്റെയും സീതയുടെയും ഇരട്ട മക്കളായ ലവനെയും കുശനെയും പഠിപ്പിക്കുകയും ചെയ്തു. രാമന്റെ അയോധ്യയിലേക്കുള്ള മടങ്ങിവരവിനെക്കുറിച്ചും സിംഹാസനത്തിലേക്കുള്ള കിരീടധാരണത്തെയും ഉത്തരകാണ്ഡം പ്രതിപാദിക്കുന്നു. മഹത്തായ ഇതിഹാസമായ രാമായണത്തിന്റെ അവസാന കാണ്ഡമായ ഉത്തരകാണ്ഡത്തിൽ ലവകുശന്മാർ അവരുടെ പിതാവിനെ കണ്ടുമുട്ടിയതിനെക്കുറിച്ചും അയോധ്യയിൽ തിരിച്ചെത്തിയതിനെക്കുറിച്ചും പരാമർശിക്കുന്നുണ്ട്. വാൽമീകിയുടെ ആശ്രമത്തിൽ വെച്ച് ലവകുശന്മാർ ജനിച്ചതിന്റെ വിവരണവും ഈ കാണ്ഡം പകർന്നു നൽകുന്നു. ഈ ലോകത്തിലെ രാമന്റെ അവസാന നാളുകളുടെ വിവരണത്തോടെയാണ് കാണ്ഡത്തിന്റെ പര്യവസാനം. അയോധ്യയിൽ തിരിച്ചെത്തിയതിനു ശേഷം സീത അവളുടെ പരിശുദ്ധിയും പവിത്രതയും തെളിയിക്കണമെന്ന് രാമൻ ആഗ്രഹിച്ചു. അശോകവാടികയിലെ സീതയുടെ ബന്ധിതമല്ലെങ്കിലും ബന്ധന ജീവിതം സീതയെപ്പറ്റി മാലോകർക്കിടയിൽ സംശയാസ്പദമായ അവസ്ഥ സൃഷ്ടിക്കുന്നു. അതിനാൽ അവളെ അഗ്നിപരീക്ഷയിലൂടെ തൻ്റെ ധാർമ്മികത തെളിയിക്കുവാൻ നിർബന്ധിതയാക്കി. സീതയുടെ കഷ്ടകാലം അവിടെയും അവസാനിച്ചില്ല. രാമന് സീതയെ പൂർണ്ണ വിശ്വാസമാണ്. സീത സത്യസന്ധയാണെന്നറിയാവുന്ന ഏക വ്യക്തിയും അദ്ദേഹമാകുന്നു. എന്നാൽ പോലും തൻ്റെ പൗരജനാവലിയുടെ അഭ്യർത്ഥനകളിൽ ചിലത് രാമന് ചെവിക്കൊള്ളേണ്ടി വന്നു. അങ്ങനെ സീതയെ 2ാം പ്രാവശ്യവും വനവാസത്തിന് അയച്ചു. സീതയെ അനുഗമിക്കാനും വനത്തിൽ വിടുവാനും രാമൻ ലക്ഷ്മണനോട് നിർദ്ദേശിക്കുന്നു. കാട്ടിൽ ഉപേക്ഷിക്കപ്പെടുമ്പോൾ സീത ഗർഭിണിയാണ്. അവൾ കാട്ടിൽ തനിച്ചായപ്പോൾ സ്വന്തം ആശ്രമത്തിൽ അഭയം നൽകാൻ വാൽമീകി മഹർഷി ദയ കാണിച്ചു. ഈ ആശ്രമത്തിൽ വെച്ചാണ് ഇരട്ട കുട്ടികൾക്ക് അവൾ ജന്മം നൽകിയത്. ലവനെയും കുശനെയും പ്രസവിക്കുമ്പോൾ സീതയ്ക്ക് 44 വയസ്സായിരുന്നുവെന്ന് വിശ്വസിക്കുന്നു. വാൽമീകി മഹർഷി ഈ ഇരട്ട കുട്ടികളുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് അവർക്ക് വിദ്യകൾ പകർന്നു നൽകി. അവർക്ക് സൈനിക വൈദഗ്ധ്യം നൽകപ്പെട്ടു. താമസിയാതെ ഈ കുട്ടികൾ ധീരരും അഭേദ്യരുമായ യുവാക്കളായി വളർന്നു. ഉത്തരകാണ്ഡത്തിൽ ലവൻ, കുശൻ എന്നീ പേരുകൾ എങ്ങനെ അവർക്ക് ലഭിച്ചു എന്ന് വിവരിക്കുന്നുണ്ട്. ജനനാനന്തരം അവിടെ ഉണ്ടായിരുന്ന ഋഷിയുടെ ശിഷ്യന്മാർ വാൽമീകിയെ അക്കാര്യം അറിയിക്കുകയും നവജാത ശിശുക്കളെ പ്രേതത്തിൽ നിന്നും ഭൂതങ്ങളിൽ നിന്നും സംരക്ഷിക്കാൻ പറയുകയും ചെയ്തു. മഹർഷി അവരുടെ അടുത്ത് പോയി പുതിയതായി ഉദിച്ച സൂര്യനെയും ആകാശഗോളങ്ങളെയും പോലെ വെട്ടിത്തിളങ്ങുന്ന ആ 2 പുത്രന്മാരെ കണ്ട് അത്യധികം ആനന്ദം പ്രാപിച്ചു. തുടർന്ന് അദ്ദേഹം പ്രേതഭൂതങ്ങളുടെ ആക്രമണങ്ങൾക്കെതിരായിട്ടുള്ള ക്രമീകരണങ്ങൾ ചെയ്തു. കുശപ്പുല്ലിൻ്റെ മുകൾ ഭാഗം എന്നർത്ഥമുള്ള കുശനെയും താഴെ ഭാഗം എന്നർത്ഥമുള്ള ലവനെയും ഏറ്റെടുത്ത് മഹാനായ താപസൻ വാൽമീകി ആ ക്രമീകരണങ്ങൾ നടത്തി. മന്ത്രങ്ങളാൽ വിശദീകരിക്കപ്പെട്ട കുശനെ പ്രായമായ സ്ത്രീകളുടെ കൈകളിൽ നൽകിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ മൂത്ത കുട്ടിയെ കുശപ്പുല്ലിൻ്റെ മുകൾ ഭാഗം കൊണ്ട് അവൻ്റെ വ്യക്തിത്വത്തെ തടവുക. പുല്ലിൻ്റെ താഴത്തെ ഭാഗം കൊണ്ട് ഇളയ സഹോദരനായവൻ്റെ വ്യക്തിത്വത്തെയും തടവുക. അതനുസരിച്ച് ഞാൻ മൂത്തവന് കുശനെന്നും 2ാമത്തവന് ലവനെന്നും നാമകരണം ചെയ്യുന്നു. ആ പേരുകളാൽ അവർ ഭൂമിയിൽ ആഘോഷിക്കപ്പെടും. അങ്ങനെ വാൽമീകി ഒരു പുല്ലെടുത്ത് കുശ, ലവ എന്നിങ്ങനെ 2 ഭാഗങ്ങളാക്കി മുറിച്ച് മന്ത്രങ്ങളാൽ വിശദീകരിച്ചു. അവിടെയുള്ള സ്ത്രീകളോട് പുല്ലിൻ്റെ മുകൾ ഭാഗം കൊണ്ട് മൂത്ത കുട്ടിയെയും താഴെ ഭാഗം കൊണ്ട് ഇളയ കുട്ടിയെയും തടവുവാൻ നിർദ്ദേശിച്ചു. പ്രേതഭൂതാദികളുടെ സ്വാധീനത്തിൽ നിന്ന് നവജാതരായ ഇരട്ടകളെ സംരക്ഷിക്കാൻ വാൽമീകി ചെയ്ത ആചാരം ചിലർ ഒരു ക്ലോണിംഗ് പ്രക്രിയയായി കണക്കാക്കുമെന്ന് ചില നാടോടി കഥകളിൽ പ്രതിപാദിക്കുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. ഗ്രന്ഥത്തിൽ പ്രതിപാദിക്കുന്നത് പോലെ സീത 2 ആൺമക്കളെ പ്രസവിച്ചു എന്നതല്ലാതെ വാൽമീകി നിർമ്മിച്ച ക്ലോണുകൾ അല്ല അവർ. രാമൻ അവരുടെ പിതാവാണെന്നതിൽ സംശയമില്ല. ലവന്റെയും കുശന്റെയും പിതൃത്വത്തെക്കുറിച്ച് വാൽമീകി രാമനോട് പറയുന്നത് ഉത്തരകാണ്ഡത്തിൽ നിന്നുള്ള മറ്റൊരു ഉദ്ധരണിയിൽ കാണാം. ഞാൻ നിങ്ങളോട് സത്യം പറയുന്നു രാമ, ഇവർ അപ്രതിരോധ്യമാണെന്ന്. രഘുവിന്റെ സന്തതിയെ ഈ ഇരട്ട സഹോദരന്മാർ നിങ്ങളുടെ പുത്രന്മാരാണ്. ഞാൻ പ്രജേതസയുടെ 10ാമത്തെ പുത്രനാണ്. അതിനാൽ അസത്യം പറയുകയെന്നത് എൻ്റെ മനസ്സിൽ പോലും നാമ്പെടുക്കില്ല. ഈ ഇരട്ടകൾ താങ്കളുടെ മക്കളാണെന്ന സത്യം എനിക്കറിയാം. ഇതിഹാസത്തിൻ്റെ മറ്റൊരു വ്യതിയാനം ലവന്റെ ഇരട്ട സഹോദരനായ കുശന്റെ ഉത്ഭവത്തെക്കുറിച്ച് മറ്റൊരു രീതിയിൽ വ്യാഖ്യാനിക്കുന്നുണ്ട്. ഒരിക്കൽ സീത അടുത്തുള്ള തംസ നദിയിലേക്ക് കുളിക്കാൻ പോവുകയായിരുന്നു. അവൾ കുളിക്കാൻ പോകുന്ന നേരത്ത് മുനി വാൽമീകിയോട് തൻ്റെ മകൻ ലവനെ പരിപാലിക്കാൻ അഭ്യർത്ഥിച്ചു. എഴുത്തിൻ്റെ തിരക്കിലായിരുന്നതിനാൽ മുനി തലയാട്ടി. ചില ഘട്ടങ്ങൾ പിന്നിട്ടപ്പോൾ മുനി തുടർച്ചയായി എഴുത്തിൽ മുഴുകിയിരിക്കുന്നത് അവളുടെ ശ്രദ്ധയിൽപ്പെട്ടു. അതിനാൽ തന്നെ അവൾ ലവനെ തന്നോടൊപ്പം കൂട്ടിക്കൊണ്ടുപോയി. അല്പനേരത്തിനു ശേഷം കൂടെയുണ്ടാകേണ്ട കുട്ടിയെ തിരഞ്ഞു നോക്കിയപ്പോൾ കണ്ടെത്താനായില്ല. സീത തന്നെ ലവനെ കൂട്ടിക്കൊണ്ടുപോയ കാര്യം മുനി അറിഞ്ഞിരുന്നില്ല. സീത മടങ്ങി വന്ന് അവളുടെ കുട്ടിയെ ചോദിക്കുമ്പോൾ എന്തു പറയുമെന്ന് മുനി ആശങ്കാകുലനായി. അതിനാൽ അദ്ദേഹം അടുത്ത് കണ്ട കുശപ്പുല്ലിൽ നിന്നും ഒരു കുട്ടിയെ രൂപീകരിച്ചു. പുരാതന ഭാരതത്തിൽ പായകൾ നിർമ്മിക്കാനും മേൽക്കൂരകൾ നിർമ്മിക്കുവാനും ഉപയോഗിക്കുന്ന ഒരുതരം പുല്ലാണ് കുശപ്പുല്ല്.
മഹർഷി രൂപീകരിച്ച കുട്ടിക്ക് ജീവൻ പകർന്നു നൽകി. കുളി കഴിഞ്ഞ് സീത തിരിച്ചെത്തിയപ്പോൾ ലവൻ അവളുടെ കൂടെയുണ്ടെന്ന് കണ്ട മുനി ആശ്ചര്യപ്പെട്ടു. അതിനാൽ തന്നെ 2 കുട്ടികളെയും സ്വന്തം മക്കളെപ്പോലെ പരിപാലിക്കാൻ സീതയോട് അദ്ദേഹം ആവശ്യപ്പെട്ടു. വാൽമീകി മുനി കുഞ്ഞിനെ ഉണ്ടാക്കാൻ കുശപ്പുല്ല് ഉപയോഗിച്ചതിനാൽ കുട്ടിക്ക് കുശൻ എന്ന പേര് ലഭിച്ചു. ഈ 2 ചെറുപ്പക്കാരും ഋഷിമാരുടെയും സന്യാസിമാരുടെയും സമ്മേളനങ്ങൾക്കിടയിൽ വീരകഥകൾ പാടുകയും പുരസ്കാരങ്ങൾ നേടുകയും ചെയ്യുന്നു. അയോധ്യയിലെ തെരുവുകളിലും രാജാവിന്റെ രാജവീഥികളിലും അവർ പാടി നടക്കുന്നത് കണ്ട രാമൻ അവരെ സ്വന്തം കൊട്ടാരത്തിലേക്ക് കൊണ്ടുവരികയും തന്റെ എല്ലാ സഹോദരന്മാരെയും മന്ത്രിമാരെയും വീരകഥകൾ കേൾക്കാൻ ക്ഷണിക്കുകയും ചെയ്യുന്നു. ഈ ചെറുപ്പക്കാർ പാടിയ വീരഗാഥയിലെ സീതയുടെ ഇതിഹാസ വിവരണങ്ങളിൽ രാമൻ ഒരുപാട് അസ്വസ്ഥനായി. എന്നാൽ അദ്ദേഹം സ്വയം ശാന്തനായി സീതയുടെ ഇതിഹാസം എന്ന് വിളിക്കപ്പെടുന്ന സീതയ ചരിത മഹത്വം വാൽമീകി രാമായണം കേൾക്കാൻ രാമൻ ശ്രദ്ധിച്ചു. മഹർഷി വാൽമീകിയോട് ജനനത്തിന് മുൻപ് തന്നെ സീത തന്റെ കുട്ടികളെ ശിഷ്യരായി സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിച്ചിരുന്നു. അടിസ്ഥാനപരമായി അവരുടെ ഗുരുകുല വിദ്യാഭ്യാസം ആരംഭിച്ചത് അവർക്ക് ഏകദേശം 5 വയസ്സ് മാത്രമുള്ളപ്പോഴാണ്. അദ്ദേഹം അവരെ അമ്പെയ്ത്ത് കല പരിശീലിപ്പിച്ചു. ശബ്ദത്തിന്റെ വേഗതയിൽ അസ്ത്രങ്ങൾ വിക്ഷേപിക്കാൻ അവർക്ക് കഴിഞ്ഞു. ദൈവികവും സ്വർഗീയവുമായ യുദ്ധത്തെക്കുറിച്ചും അദ്ദേഹം അവരെ പരിശീലിപ്പിച്ചു. ഈ ഗ്രഹത്തിൽ ആർക്കും അവരെ യുദ്ധത്തിൽ കീഴടക്കാൻ കഴിയാത്ത വിധം അദ്ദേഹം അവരെ അമ്പെയ്ത്ത് വിദഗ്ധരാക്കി. ലവന്റെയും കുശന്റെയും മനസ്സും തമ്മിൽ ഒരു ബന്ധം സ്ഥാപിക്കുകയും തന്റെ എല്ലാ അറിവുകളും അവർക്ക് നേരിട്ട് കൈമാറുകയും ചെയ്തു. സൈനിക വൈദഗ്ധ്യത്തിനു ശേഷം അദ്ദേഹം അവരെ പാട്ടുപാടുവാനും വീണ വായിക്കുവാനും പഠിപ്പിച്ചു. രാമനെ കേന്ദ്ര ബിന്ദുവാക്കി മഹർഷി വാൽമീകി തന്നെ രചിച്ച രാമായണം അദ്ദേഹം തന്നെ അവരെ പഠിപ്പിക്കുന്നു. പിന്നീട് അയോധ്യയിലെ ജനങ്ങളിൽ സീതയോടുള്ള സ്നേഹം പകരാൻ ലവനും കുശനും അവരുടെ ആലാപന കഴിവുകൾ ഉപയോഗിച്ചു. രാമൻ അശ്വമേധയാഗം നടത്തിയപ്പോൾ കുതിര അവർ അധിവസിക്കുന്ന കാട്ടിലേക്ക് വഴി തെറ്റിയതിന് നിമിത്തം അത് അവരുടെ പിതാവുമായുള്ള കലഹത്തിനും ഹേതുവായി. അശ്വമേധത്തിന്റെ കുതിര കരയിൽ സ്വതന്ത്രമായി അലഞ്ഞു തിരിയും. ആരും അതിനെ തടയില്ല, അല്ലെങ്കിൽ അതിന്റെ വഴിക്ക് വരില്ല. വാസ്തവത്തിൽ ആ കുതിര ഒരു ഗ്രാമത്തിലൂടെയോ പട്ടണത്തിലൂടെയോ പോകുന്നിടത്തെല്ലാം അതിനെ സ്വാഗതം ചെയ്യാൻ ആളുകൾ കൂട്ടത്തോടെ വരുന്നു. അതിനാൽ രാമന്റെ അധികാരത്തെ സ്വതന്ത്രമായും സന്തോഷത്തോടെയും അംഗീകരിക്കുന്നതിന്റെ മാതൃകയാണത്. അശ്വമേധ യജ്ഞത്തെക്കുറിച്ചുള്ള ഒരു സമ്പൂർണ്ണ വീഡിയോ ചാനലിലുണ്ട്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, കാണുവാൻ ശ്രമിക്കുക. ഒരു ദിവസം കുതിര ഗംഗയുടെ തീരത്തുള്ള ശാന്തമായ വനത്തിലൂടെ അലഞ്ഞു. തങ്ങളോ കുതിരയോ ഒരു വെല്ലുവിളിയും നേരിടുകയില്ലെന്ന ഉത്തമ വിശ്വാസത്തോടെ ലക്ഷ്മണനും യോദ്ധാക്കളും അതിനെ പിന്തുടർന്നു. നിർത്തുക! പെട്ടെന്ന് ഒരു ആജ്ഞാപിക്കുന്ന സ്വരം. ആരാണ് തങ്ങളെ വെല്ലുവിളിച്ചതെന്നറിയാതെ ലക്ഷ്മണനും യോദ്ധാക്കളും അത്ഭുതത്തോടെ നിന്നു. ഒരു ആൺകുട്ടി അവരുടെ പ്രയാണത്തിന് തടസ്സമായി വഴിയിൽ നിൽക്കുന്നു. അതേ പ്രായത്തിലുള്ള മറ്റൊരു കുട്ടി വിശുദ്ധ കുതിരയെ പിടിച്ചു നിർത്തിയിരിക്കുന്നു. നിങ്ങൾ ആരാണ്? ലക്ഷ്മണൻ ചോദിച്ചു. ബലിക്കുതിരയെ അതിന്റെ വഴിയിൽ നിന്ന് തടയാൻ നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം വന്നു? എന്റെ രാജാവിന്റെ അധികാരത്തെ വെല്ലുവിളിക്കുന്നതിനുള്ള ശിക്ഷ നിങ്ങൾക്കറിയില്ലേ? അതൻ പ്രകാരം നിങ്ങൾ മരണശിക്ഷയ്ക്ക് അർഹരാണ്. ഞങ്ങളുടെ പിതാവ് രാമന്റേതല്ലാത്ത ഒരു പുരുഷന്റെ പരമാധികാരവും ഞങ്ങൾ അംഗീകരിക്കില്ല. ആ കുട്ടികൾ ഒരേ സ്വരത്തിൽ അഭിമാനത്തോടെയും അരിശത്തോടെയും പറഞ്ഞു. ലക്ഷ്മണന്റെ മുഖം മാറി. അദ്ദേഹം ആയുധങ്ങൾ താഴെയിട്ടു. പിതാവ് രാമന്റേതെന്ന് പറഞ്ഞുവോ? ലക്ഷ്മണൻ ആശ്ചര്യത്തോടെ ചോദിച്ചു. അതെ, കുതിരയെ പിടിച്ചു നിർത്തിയ കുട്ടി പറഞ്ഞു. ഞങ്ങൾ അദ്ദേഹത്തിന്റെ മക്കളാണ്. ഞാൻ കുശൻ, ഇതാണെന്റെ സഹോദരൻ ലവൻ. നിങ്ങൾ എവിടെ താമസിക്കുന്നു? സന്തോഷാധിക്യത്താൽ ലക്ഷ്മണൻ ചോദിച്ചു. അദ്ദേഹം ആരാണെന്നവരെ ബോധിപ്പിക്കാതെ തന്നെ ലക്ഷ്മണൻ അവരെക്കുറിച്ച് അറിയാൻ ശ്രമിച്ചു. ഞങ്ങൾ ഞങ്ങളുടെ അമ്മയായ സീതയ്ക്കൊപ്പമാണ് താമസിക്കുന്നത്, ലവൻ പറഞ്ഞു. ഞങ്ങളുടെ സംരക്ഷകനായ വാൽമീകിക്കൊപ്പം ലവൻ കൂട്ടിച്ചേർത്തു. കോസല രാജാവായ രാമന്റെ മക്കളായ തന്റെ സഹോദരന്റെ മക്കളോടാണ് താൻ സംസാരിക്കുന്നതെന്ന് ബോധ്യമായി. ഇരട്ടകൾ ലക്ഷ്മണനെ വാൽമീകിയുടെ അടുക്കലേക്ക് നയിച്ചു. ദേശത്ത് പര്യടനം നടത്തിയ പുണ്യകുതിരയെ ആൺകുട്ടികൾ തടഞ്ഞത് ലക്ഷ്മണൻ വാൽമീകിയോട് വിശദീകരിക്കുന്നു. മക്കളെ രാജാവിന് സമർപ്പിക്കാൻ അദ്ദേഹം വാൽമീകിയോട് അനുവാദം ചോദിച്ചു. വാൽമീകി അവർക്ക് അനുഗ്രഹം നൽകി. എൻ്റെ മക്കളെ, നിങ്ങൾ രാജകുമാരനോടൊപ്പം പോവുക. നിങ്ങളുടെ പിതാവായ രാമന്റെ മഹത്വം പാടൂ. ലോകം മുഴുവൻ അദ്ദേഹത്തിന്റെ കഥ അറിയട്ടെ. ലവനും കുശനും ലക്ഷ്മണനോടൊപ്പം പോയി. അവർ ആരാണെന്നും ആരെയാണവർ കണ്ടുമുട്ടാൻ പോകുന്നതെന്നും അവർക്കറിയില്ല. ലക്ഷ്മണൻ അയോധ്യയിലെ രാജകൊട്ടാരത്തിലേക്ക് കുട്ടികളെ നയിച്ചു. അവിടെ രാമൻ അദ്ദേഹത്തിന്റെ മന്ത്രിമാരാലും ഉപദേശകരാലും സുഹൃത്തുക്കളാലും ചുറ്റപ്പെട്ട് രാജ്യം ഭരിച്ചിരുന്നു. അവിടെ മുഴുവൻ രാജ്യസദസ്സിനും മുൻപിൽ ഇരുവരും വീരഗാഥകൾ ആലപിക്കുവാൻ തുടങ്ങി. മറ്റൊരു രാമായണം പതിപ്പ് പ്രകാരം രാമനാണ് തങ്ങളുടെ പിതാവാണെന്ന് അറിയാതെ അവർ കുതിരയെ പിടികൂടുകയും അതിനെ വിട്ടുകൊടുക്കാൻ വിസമ്മതിക്കുകയും അവർ സംഘടനത്തിൽ ഏർപ്പെടുകയും രാമന്റെ സഹോദരന്മാരായ ഭരതൻ, ശത്രുഘ്നൻ, ലക്ഷ്മണൻ എന്നിവരെ അനായാസം പരാജയപ്പെടുത്തുകയും ചെയ്തു. ഒടുവിൽ രാമൻ തന്നെ അവരെ നേരിടാനെത്തി.
എന്നാൽ അവരുടെ പോരാട്ട വീര്യം കണ്ട് യാഗം നടത്തുന്നതിൻ്റെ ഭാഗമാകുവാൻ അവരെ അയോധ്യയിലേക്ക് രാമൻ ക്ഷണിച്ചു. ആ സമയത്താണവർ സ്വന്തം മക്കളാണെന്ന് രാമൻ തിരിച്ചറിയുന്നത്. അവരെ തിരിച്ചറിഞ്ഞ രാമൻ തൻ്റെ പത്നിയും അവരുടെ മാതാവുമായ സീതയെ കാണുവാൻ ആഗ്രഹിച്ചു. എന്നാൽ ആ സന്ദർശനത്തിന് സീത വിസമ്മതിക്കുന്നു. എൻ്റെ മക്കളെ അവരുടെ പിതാവിനോടൊപ്പം സുരക്ഷിതമായി കാണണം എന്നത് മാത്രമായിരുന്നു എൻ്റെ ആഗ്രഹം. അത് സംഭവിക്കുന്നത് ഞാനിപ്പോൾ കണ്ടു. ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നത് എൻ്റെ മാതാവായ ഭൂമിയിലേക്ക് മടങ്ങുക എന്നത് മാത്രമാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് സീത കൈകൾ കൂപ്പി തൻ്റെ മാതാവിനോട് തന്നെ സ്വീകരിക്കുവാൻ അപേക്ഷിച്ചു. ഉടൻ തന്നെ സീതയുടെ കാൽക്കീഴിലെ ഭൂമി പിളർന്നു. കോസല രാജാവിൻ്റെയും രാജ്യത്തിൻ്റെയും വിസ്മയകരമായ ദൃശ്യത്തിനു മുൻപിൽ സീത എന്നേക്കുമായി ഈ ലോകത്തു നിന്ന് അപ്രത്യക്ഷയായി. രാമൻ്റെ ഹൃദയം തകർന്നു. അദ്ദേഹം മക്കളായ ലവകുശന്മാരോടൊപ്പം അയോധ്യയിലേക്ക് മടങ്ങി. തൻ്റെ അരികിൽ എന്നേക്കുമായി സീതയുടെ സ്വർണ്ണബിംബം സ്ഥാപിച്ച് രാമൻ കോസലത്തെ വർഷങ്ങളോളം ഭരിക്കുന്നു. ലവനും കുശനും രാജഭരണത്തിൻ്റെ എല്ലാ കലകളും പഠിച്ചു. അവർക്ക് പ്രായപൂർത്തിയായപ്പോൾ ലവന് ശ്രാവസ്തി നഗരവും കുശന് കുശാവതി നഗരവുമായി വിഭജിച്ച് രാമൻ 2 തലസ്ഥാന നഗരങ്ങൾ നിർമ്മിക്കുന്നു. രാമൻ തൻ്റെ സിംഹാസനവും രാജ്യവും തൻ്റെ ഇരട്ട പുത്രന്മാരുടെ സംയുക്ത സംരക്ഷണത്തിൽ ഉപേക്ഷിച്ചതോടെ ഭൂമിയിലെ അദ്ദേഹത്തിൻ്റെ നാളുകൾ അവസാനിച്ചു. സരയൂ നദിയിലേക്ക് നടന്നു കഴിഞ്ഞയുടനെ ബ്രഹ്മാവ് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുകയും വിഷ്ണുവായി തൻ്റെ സത്തയിലേക്ക് ലയിക്കുകയും ചെയ്തു. ലവനും കുശനും രാമൻ്റേതുപോലെയുള്ള ഭരണാധികാരികളായി വളർന്നു. ഇപ്പോഴത്തെ കുശിനഗർ എന്നറിയപ്പെടുന്ന കുശാവതിയിൽ കുശൻ കിരീടധാരണം ചെയ്ത് ഭരിച്ചപ്പോൾ ലവൻ തൻ്റെ രാജ്യത്തിൻ്റെ ഭാഗമായ ശ്രാവസ്തിയിൽ നിന്ന് ഭരിച്ചു. ലക്ഷ്മണൻ, ശത്രുഘ്നൻ, ഭരതൻ തുടങ്ങിയവരുടെ പുത്രന്മാർക്കും രാജ്യത്തിൻ്റെ വിഹിതം ലഭിച്ചു. ശ്രീരാമന് ശേഷം അയോധ്യ ഉപേക്ഷിക്കപ്പെട്ടു. അയോധ്യയിൽ നിന്ന് പലരും രാമനോടൊപ്പം സരയൂ നദിയിൽ പോയത് ഓർക്കേണ്ടതുണ്ട്. വിക്രമാദിത്യ രാജാവ് അയോധ്യ കണ്ടെത്തിയപ്പോൾ അത് കാടുപിടിച്ച പുരാതന ക്ഷേത്രങ്ങളുടെയും കെട്ടിടങ്ങളുടെയും അവശിഷ്ടങ്ങളുടെ സംയോജനം മാത്രമാണ് കണ്ടെത്താനായത്. രാമന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട അയോധ്യയിലെ സ്ഥലങ്ങൾ കണ്ടെത്തുന്നതിന് വലിയ ഗവേഷണം വേണ്ടിവന്നു. രാമന് ശേഷം രാമന്റെ പുത്രന്മാർ തീർത്ഥാടനത്തിനായി പതിവായി അയോധ്യ സന്ദർശിച്ചിരിക്കണം. അയോധ്യയിൽ അത്തരമൊരു സന്ദർശനം നടത്തിയ കുശൻ ഒരു നാഗരാജകുമാരിയെ വിവാഹം കഴിക്കുകയും അവൾക്കായി ഒരു ശിവക്ഷേത്രം നിർമ്മിക്കുകയും ചെയ്തിരിക്കാം. കുശൻ പണി കഴിപ്പിച്ചതായി വിശ്വസിക്കപ്പെടുന്ന നാഗേശ്വരനാഥ ക്ഷേത്രം വിക്രമാദിത്യ രാജാവിന്റെ സഹായത്തോടെ ഇന്നത്തെ അയോധ്യ സ്ഥിതി ചെയ്യുന്നതായി പറയപ്പെടുന്നത് ഈ കഥയ്ക്ക് സാക്ഷ്യം വഹിക്കുന്നു. കൂടാതെ തുളസീദാസിന്റെ രാംചരിത് മാനസ് അവരുടെ പിതൃ സഹോദരന്മാരുമായി യുദ്ധം ചെയ്യുന്ന ലവനെയും കുശനെയും പരാമർശിക്കുന്നില്ല. സത്യത്തിൽ രാമന്റെ പട്ടാഭിഷേകത്തോടെ തുളസീദാസ് കഥ പൂർത്തിയാക്കി. സീതയുടെ വനവാസത്തെക്കുറിച്ച് എഴുതുവാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് അദ്ദേഹം സൂചിപ്പിച്ചു. ലവൻ, കുശൻ, സീതയുടെ വേർപാട് എന്നിവയെക്കുറിച്ച് വാൽമീകി എഴുതിയിട്ടുണ്ട്. വാൽമീകി തന്റെ സ്വഭാവം പോലെ തന്നെ സത്യമല്ലാതെ മറ്റൊന്നും രചിച്ചിട്ടില്ല. പ്രിയരെ, വീഡിയോ കാണുന്നതോടൊപ്പം ചാനൽ വരിക്കാരാകുവാനും അറിയിപ്പുകൾ ലഭിക്കുന്നതിനായി കുടമണി ചിഹ്നം പ്രവർത്തനക്ഷമമാക്കുവാനും ഈ കഥയിൽ നിങ്ങൾ തൃപ്തരാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം അറിയിക്കുവാനും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാനും മറക്കരുതേ പ്രിയ സുഹൃത്തുക്കളെ.